നെഞ്ചു പൊട്ടിക്കൊണ്ട് യാത്രയാക്കി വീട്ടിൽ നിന്നും ഇനി അങ്ങോട്ട് അവരില്ല എന്ന ജീവിതത്തോട് പൊരുത്തപ്പെടുകയാണ് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമെന്ന് തോന്നുന്നു. അവരില്ലാത്ത ശൂന്യത നികത്താനാവില്ല എങ്കിൽ കൂടിയും ആ സത്യത്തോട് പൊരുത്തപ്പെടൽ അതാണ് ഇനി വേണ്ടത്. സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്ന കുട്ടികൾക്ക് ഇനി ഈ 4 പേരും ക്ലാസ്സിലില്ല എന്ന തിരിച്ചറിവ് എത്രത്തോളം വേദനാജനകമാണെന്ന് നമുക്കറിയാം. ബിനിൽ തുടരുന്നുണ്ട് കരിമ്പനക്കൽ ഹാളിൽ നിന്നും. ബിനിൽ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് അബദ്ധത്തിലൊക്കെ ഇവർ ഈ പേര് വിളിച്ചു പോകുമായിരിക്കും. സഹപാഠികളുടെ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്നവർ ഈ സത്യത്തോടെ എങ്ങനെയാണ് ചേർന്ന് പോവുക? അധ്യാപകർക്ക് എങ്ങനെയാണ് ഇതിനോട് പൊരുത്തപ്പെടാനാവുക? ഇത്തരം നിരവധി ആശങ്കകളും സങ്കടങ്ങളുമാണ് നമ്മുടെയൊക്കെ ഉള്ളിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊപ്പം പഠിച്ച വിദ്യാർത്ഥികൾ, അധ്യാപകരെല്ലാവരും തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർക്ക് ആ ദുഃഖം താങ്ങാൻ കഴിയാതെ പലരും തളർന്ന് വീഴുന്ന രംഗങ്ങളടക്കമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ എല്ലാ മുഖങ്ങളിലും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി നിൽക്കുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട 4 പേരാണ് അവർക്ക് നഷ്ടമായത്. അതും അവർ നനച്ചിരിക്കാത്ത നേരത്ത് നഷ്ടമായ 4 സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ വരെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ, അതായത് പരീക്ഷ എഴുതി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി, നാളെ വീണ്ടും പരീക്ഷയ്ക്ക് കാണാമെന്ന് പറഞ്ഞ് മടങ്ങിയ 4 കുട്ടികൾ, ആ സ്കൂളിൽ നിന്ന് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയ 4 കുട്ടികൾ സുഹൃത്തുക്കളെയാണ് അവർക്കത് നഷ്ടമായത്. അതിൻ്റെ വേദന കടിച്ചമർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ടവർ ഈ പൊതുദർശനം നടക്കുന്ന സ്കൂളിനുള്ളിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.